വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ മറ്റു പല ജോലികളുടെയും തിരക്കിനിടയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ജോലികളുടെയൊക്കെ കയ്യിൽ നിന്ന് മൈൻഡ് നമ്മൾ കൃത്യമായി കട്ട് ചെയ്തതിന് ശേഷം ഈ ടോപ്പിക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ തന്നെ അത് എഴുതി കൃത്യമായി പോയിൻറ്റ്സ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യത്തിലുള്ള ടോപ്പിക്കാണെന്ന് നിങ്ങളോട് പറയാനുള്ളത്. അത് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ ഈ ഇറക്കുമതി കയറ്റുമതി ചുങ്കം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇന്ത്യക്ക് പിഴച്ചുങ്കമടക്കം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ചില ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവദാസൻ എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്ടിലിരുന്ന് പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് നേരെ അവരുടെ, അതായത് അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് നേരെ ഒരു ചുങ്കം ഏർപ്പെടുത്താൻ കഴിയാത്തത്, കാരണം അത്തരത്തിൽ നമ്മളും തിരിച്ചടിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതെന്തൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനി അമേരിക്കക്കുള്ള സാധ്യതകൾ, ഇന്ത്യയെ ദ്രോഹിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ TCSൻ്റെ വരുമാനം എത്രയാണ്? $40 ബില്യൺ വരുമാനമാണ് ഈ പറയുന്ന ഇന്ത്യൻ IT കമ്പനികൾ ഉണ്ടാക്കുന്നത്. അതെല്ലാം തന്നെ ഏതാണ്ട് ഭൂരിഭാഗവും തന്നെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളെയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. കൂടാതെ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ടെക് സപ്പോർട്ടുകൾ, അതായത് $198 ബില്യൺ ടെക് സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നും ഔട്ട്സോഴ്സിങ് കൊടുക്കുന്നുണ്ടെന്നും ഇത്തരം ഇൻഡസ്ട്രികളൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുമെന്നും, നമ്മുടെ കാക്കനാട് പോലുമുള്ള ടെക്നോപോളിസ് എന്ന് പറയുന്ന മുത്തൂറ്റ് ടെക്നോപോളിസിൻ്റെ താഴെയുള്ള തട്ടുകടക്കാരനെ പോലും അതെങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പറയാതെ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് മാത്രമല്ല നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ പ്രവാസ ലോകമുണ്ട്. അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാണ്. ആ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഏതാണ്ട് 35 മില്യൺ ആളുകളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 കോടിയോളം വരുന്ന ആളുകൾ വരും. ആ 3.5 കോടിയോളം വരുന്ന ആളുകൾ മറ്റ് വിവിധ രാജ്യങ്ങളിലായി താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് US-ലാണ്. 5.1 മില്യൺ ആണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, ആ താമസിക്കുന്ന പ്രവാസ ലോകം ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്ന പണമെന്ന് പറയുന്നത് $135 ബില്യൺ പണമാണ്. എന്ന് പറഞ്ഞാൽ അവരിവിടുത്തെയുള്ള സഹോദരങ്ങൾക്കും വീട്ടിലേക്കുമൊക്കെ അയച്ചു കൊടുക്കുന്ന പണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര വലിയ, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസ ലോകം അയക്കുന്ന പണമാണ്, ഏറ്റവും വലിയ നമ്പറുമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയും ഇന്ത്യയുമായി ഉടക്കി നിൽക്കുന്നത് കൊണ്ട് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി റീക്ലെയിം കാനഡ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിന്, ഒരു റാലിക്ക് കാനഡയിലെ ഈ പറയുന്ന പോലെ ക്രിസ്റ്റി പാർക്ക് എന്ന് പറയുന്ന, പിക് പാർക്ക് എന്ന് പറയുന്ന ആ പാർക്കിൽ നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നു, തടിച്ചുകൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഈ ഇമിഗ്രൻസ്, അതായത് ഒരു കൺട്രോളുമില്ലാത്ത ഇമിഗ്രൻസിനെ നിയന്ത്രിക്കണം, ഇമിഗ്രൻസിൻ്റെ പോളിസികളിൽ വ്യത്യാസം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇത് വെറും റാലിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. റാലിയല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രക്ഷോഭമായി മാറാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഏതാണ്ട് 2% വരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അതിൽ തന്നെ വലിയ തോതിൽ സിഖുകാരുണ്ട്, മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കാനഡയിലുണ്ട്. ഇവരൊക്കെ തന്നെ നേരത്തെയും പല പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വിട്ടിരുന്നു. ഇപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സായി ജോലി ചെയ്തിരുന്നത് മിക്കവാറും ഈ സിഖ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണ്. അവരുടെ പ്രക്ഷോഭം കൊണ്ടിട്ട് തന്നെ കഴിഞ്ഞ കാനഡയുടെ ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർക്ക് തന്നെ യഥാർത്ഥത്തിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ കാനഡയിലുള്ള അതായത് നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന മൈഗ്രൻ്റ് പോളിസികളിൽ ഇമിഗ്രൻസിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന പ്രശ്നവുമായിട്ടാണ് അവർ റാലി നടത്തുന്നതെങ്കിൽ, അന്ന് വൈകുന്നേരം തന്നെ ഈ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ അങ്ങോട്ട് ചേക്കേറിയിട്ടുള്ള ആളുകൾ, അവരിൽ മജോറിറ്റിയും ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരൊക്കെ തന്നെ റാലിക്ക് വേണ്ടി പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ദിവസം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു റൈറ്റ് വിങ് ഐഡിയോളജികൾക്കൊക്കെ തന്നെ ലോകത്തെമ്പാടും വലിയ തോതിൽ ഒരു പ്രാമുഖ്യം കിട്ടിയപ്പോൾ
സ്വീഡൻ മുതൽ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് സ്വീഡനും ഡെൻമാർക്കും അതുപോലെ ഫിൻലൻഡും മുതൽ. അതിലുള്ള സ്വീഡനും ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങൾ മുതൽ ഇപ്പോൾ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം തുടങ്ങിയിട്ടില്ല, പക്ഷേ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ തവണ തുടങ്ങിയിരുന്നു. ഇപ്പോൾ കാനഡയിലേക്ക് വരുന്നു. ഇനി യു കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു കെയിൽ ഇപ്പോൾ കീത്ത് സ്റ്റാമറിൻ്റെ ഭരണം ചിലപ്പോൾ മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. ആ മാറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റിഫോം പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, റിഫോമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വളരെ കടുത്ത പോളിസികളായിരിക്കും ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ അവിടെ പൗരത്വമുള്ള ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകൾക്ക് പോലും അവിടെ നിലനിൽക്കൽ വലിയ തോതിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ അവിടെ യു കെയുടെ ഹോം മിനിസ്റ്ററായിട്ട് വെച്ചിട്ടുള്ളത് ഷഹബാസ് മഹ്മൂദ് എന്ന് പറയുന്ന ഒരു ലേഡിയെയാണ്. ആ ലേഡിയെ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനൊക്കെ തന്നെ പുറത്തു കളയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ദൗത്യമെന്ന് കേൾക്കുന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും തന്നെ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികൾ അവർ യഥാർത്ഥത്തിൽ ഇമിഗ്രൻസിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത, അവരൊക്കെ വന്ന് ഞങ്ങളുടെ പണം കവർന്നെടുക്കുകയാണെന്ന് വിചാരിക്കുന്ന നിരവധി ആളുകളുടെ നമ്പർ അവിടെ ഈ രാജ്യങ്ങളിലെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ജർമ്മനിയിലാണെങ്കിലും AfD എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു പ്രകടനം കാനഡയിലേക്ക് നടക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിയുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, ഈ പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഫണ്ട് കൊടുക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെയും അതുപോലെ പ്രമുഖരായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ ആളുകൾ അമേരിക്കയൊക്കെ തന്നെയാണ്. ഈ ലോകത്തുള്ള റൈറ്റ് വിങ് ആളുകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയും. അവർ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും വേൾഡ് പോലീസ്, ലോക പോലീസ് എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കൂടി തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരിൽ നിന്നൊരു 10% പേർ, അതായത് ഈ പറയുന്ന 35 ലക്ഷത്തിൽ നിന്ന് ഒരു 10% പേർ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നാൽ പോലുമുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇനി ഇതല്ലാതെ തന്നെ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഇത് വർഷങ്ങളായി എടുത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഏറ്റവും ആദ്യം ഇവിടെ നമ്മുടെ ബ്രിട്ടീഷ് റൂൾ നിലവിലുണ്ടായിരുന്നപ്പോൾ പോലും മറ്റു പല രാജ്യങ്ങളിലേക്കും ഈ പറയുന്ന അവരുടെ ഉള്ള തോട്ടങ്ങളിലൊക്കെ തന്നെ ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുപോയിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്ന് 1200 പേരാണ്. ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്ന് 4500 വരുന്ന ആളുകളാണ്. ഇവർക്കൊന്നും വലിയ വിവേചനങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. ഏതാണ്ട് ഈക്വൽ റൈറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, വോട്ടവകാശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ചോളം ഏതോ പെൻഷനൊക്കെ പറ്റുമ്പോൾ മാത്രം ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യു കെയിലേക്ക് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് 1,68,921 മെമ്പേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതാണ് വികസിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ 35 മില്യണായി മാറിയിട്ടുള്ളത്. ഈ 35 മില്യണിൽ ഏതാണ്ട് ഒരു 15 മില്യൺ മാത്രമേ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഉള്ളൂ. ഈ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ വോട്ടവകാശമുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ അവർക്ക് സ്ഥലം വാങ്ങാനോ ഭൂമി വാങ്ങാനോ ബിൽഡിംഗ് ഉണ്ടാക്കാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല. പക്ഷേ അവരുടെ ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് അവർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 182 ദിവസവും അവർ വിദേശത്ത് താമസിക്കുന്നവരാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റൊരു സെഗ്മെൻ്റാണ് ഇതിനേക്കാൾ കൂടുതലുള്ളത്. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാരണം അവർ അത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ വേരുറച്ചു പോയ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി നേരത്തെ അവർ അറിയപ്പെട്ടിരുന്നത് ഈ പറയുന്ന പോലെ പേഴ്സൺ ഓൺ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന കാര്യം PIO എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 2015 അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മെർജ്ഡ് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന OCI എന്ന് പറയുന്ന കാർഡാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. അവർക്കുള്ള സൗകര്യം എന്ന് പറയുന്നത് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാം. അവർക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വോട്ടവകാശമില്ല. ചില ലാൻഡൊക്കെ മേടിക്കുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയുടെ വലിയ സോഫ്റ്റ് പവറായിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരുപക്ഷെ അംബാസഡർമാരായി കണക്കുകൂട്ടിയിരുന്ന വലിയ തോതിൽ അമേരിക്കയിലൊക്കെ തന്നെ ഒരു ഇക്കോണമിയെയും പൊളിറ്റിക്സിലുമൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഋഷി സുനക് എന്ന് പറയുന്ന ഒരാൾ ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കിയിരുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, ഇറാൻ, ചൈന, നേപ്പാൾ ഇത്തരം സ്ഥലങ്ങളിലുള്ള ആളുകളെ മാത്രമേ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്താതിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആളുകൾ, ഇവരെ 20 മില്യണോളം വരുന്ന ഇവർ
15 മില്യണോളം വരുന്ന NRIs, ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസ് $135 ബില്യൺ പെർ ഇയർ. ഇത്തരത്തിൽ വലിയൊരു കമ്മ്യൂണിറ്റി. ഇതിൽ തന്നെ 5.1 മില്യൺ, അതായത് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 51 ലക്ഷത്തോളം വരുന്ന ആളുകൾ US തന്നെയാണ് എന്ന് നിങ്ങൾ അറിയുമ്പോൾ, ഇനി US കൂടി ഇവർക്കെതിരെയുള്ളൊരു പ്രക്ഷോഭം തുടങ്ങിയാൽ ഇതെങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഇരുന്ന് ചില ആളുകൾ നരേന്ദ്രമോദി എന്താണ് ട്രംപിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമരം, ഒരു യുദ്ധം അത് ഒത്തീർപ്പാക്കിയത് ഞാനാണ് എന്ന് 26 തവണ ട്രംപ് പറയുമ്പോഴും അങ്ങനെ ആരും ഇതിനിടയ്ക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ ഈ പറയുന്ന പോലെ പോളിസികളിൽ ആരും ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ പാകിസ്ഥാനുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചിട്ടാണ് ഇത് ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പേര് പറയാത്തത് എന്തുകൊണ്ടാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു കാര്യം പറയാത്തത് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. കാരണം അമേരിക്കയെ അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ മുമ്പിൽ അത്ര വലിയ ഇക്കോണമിയോ അത്ര വലിയൊരു ആളുകളോ ഒന്നുമല്ല നമ്മൾ. 3.7 ട്രില്യൺ ഡോളറിൻ്റെ മാത്രം വരുമാനമുള്ള ഒരു ഇക്കോണമിയാണ് നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ 8 ഇരട്ടി വലിപ്പമുള്ള യഥാർത്ഥത്തിൽ 28 ട്രില്യൺ എക്കോണമിയാണ് ഈ പറയുന്ന പോലെ വലുത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ തന്നെ അമേരിക്ക എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ബലം പിടിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 2 ട്രില്യൻ്റെ ഒരു ഗ്യാപ്പ് അവരുടെ ഇക്കോണമിയിലുണ്ട്. വലിയ തോതിൽ അമേരിക്കയും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അമേരിക്ക ഒരു റിസഷൻ്റെ അറ്റത്തേക്ക് എത്തി നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് എത്തി നിന്നില്ലെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവരുടെ GDPയുടെ 100 ബില്യൺ, അതായത് ഈ പറയുന്ന പോലെ അമേരിക്കൻ GDPയുടെ ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ളത് 81% ഡെപ്റ്റാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ ചൈനയ്ക്കുള്ളത് 83.4 ഈ പറയുന്ന പോലെ കടമാണ് ചൈനക്കുള്ളതെങ്കിൽ അമേരിക്കയുടെ കടമെന്ന് പറയുന്നത് അവരുടെ GDPയേക്കാൾ 122%. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന ഒരാളുകൾ അത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നുവെന്നും അത് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിൽ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ, കാനഡയിൽ, ഈ പറയുന്ന അമേരിക്കയിൽ, മറ്റ് നിരവധി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കൂടി അമേരിക്കക്ക് കഴിയുമെന്നും അമേരിക്ക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ നമ്പർ വളരെ കൂടുതലാണെന്നും അമേരിക്ക എടുക്കുന്ന നിലപാടുകൾക്കും അമേരിക്ക ഫണ്ട് ചെയ്യുന്നതിനുമനുസരിച്ച് പല രാജ്യത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ വലിയ തോതിൽ നിലപാടുകൾ എടുക്കുമെന്നൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിക്കോ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ ആർക്കും തന്നെ ശബ്ദിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഇനി നരേന്ദ്രമോദിക്ക് പകരം MA ബേബി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നാലും അങ്ങനെ ചുങ്കമൊന്നും ചാർത്താൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞത് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി. ഇപ്പം നമ്മൾ ചെറിയ തോതിൽ ചെറിയ നികുതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊക്കോ കോളയ്ക്കും പെപ്സിക്കുമൊക്കെ തന്നെ ഏതാണ്ട് 40% വരുന്ന ടാക്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും നേടി അവർക്കെതിരെയുള്ള വലിയ ഫൈറ്റാണെന്നൊന്നും വിചാരിക്കരുത്. അവരുടെയൊക്കെ ഈ പറയുന്ന പോലെ വരുമാനം അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. പക്ഷെ അതിനേക്കാളൊക്കെ 1000 ഇരട്ടി വലുതാണ്. 135 ബില്യൺ ഡോളറിൻ്റെ വരുമാനം നമ്മുടെ ഈ പറയുന്ന പോലെ പ്രവാസ ലോകം നമുക്ക് തരുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് അവർക്ക് കൂടി ഇത് വലിയ ബുദ്ധിമുട്ടാവുമ്പോൾ ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഈ ഡയസ്പോര സെറ്റ് ചെയ്തെടുക്കാനും യഥാർത്ഥത്തിൽ അവരുടെ വെൽഫെയർ മെഷേഴ്സിനൊക്കെ വേണ്ടി നിരവധി പരിപാടികൾ ഈ പറയുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ വകുപ്പൊക്കെ വലിയ തോതിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ ആ പദ്ധതികൾ എന്തൊക്കെ തന്നെ ആസൂത്രണം ചെയ്താലും അമേരിക്കയും ട്രംപുമായിട്ടൊക്കെ ഉടക്കി നിൽക്കുന്നത് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് വരെ വലിയ പ്രശ്നമാണ്. അവരെല്ലാം അവിടെ ചെന്ന് വലിയ തോതിൽ ഏണിങ്സ് നേടിയ വലിയ ജീവിത നിലവാരം കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകളാണ്. അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് അവർ ഒരു കാരണവശാലും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു നേഴ്സ് UK വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 72% തന്നെ ഒരു ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ ആയിട്ടുള്ള ആളുകളാണ്. അവരാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന കമ്മ്യൂണിറ്റി
എന്ന് നിങ്ങൾ മറക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദമായ ധാരണകളില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് ട്രംപ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ പറയാത്തത് എന്ന് നമുക്ക് ചോദിക്കാം. ചോദ്യം അസ്ഥാനത്താണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായിട്ടോ അമേരിക്കയുമായിട്ടോ അത്തരത്തിൽ ഒരു മസിൽ പിടിക്കാനോ ഫൈറ്റിന് പോകാനോ ഉള്ള ഒരവസ്ഥയിലാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മറ്റൊരു ഏരിയ കൂടി നിങ്ങളോട് വിശദമായി പറഞ്ഞതാണ്.